DJ Moral Stories. പണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും സൗഹൃദം. നിന്നെ ഈ കണ്ണാടി നിന്ന് പുറത്തെടുത്തോണ്ട് വരാനായിട്ട് എന്റെ ജീവൻ തന്നെ തരാൻ ഞാൻ തയ്യാറായിരുന്നു. അതിനു മേലെ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറ് തന്നെയാണ്. എന്റെ ജീവിതത്തിൽ ഒരാളുടെ അടുത്ത് മാത്രമേ ഞാൻ ഇത്ര അധികം സ്നേഹം കാണിച്ചിട്ടുള്ളൂ. അത് നിന്നോടാ കൂട്ടുകാരാ. ഞാൻ പോവുകയാണ്. അരുത് ചന്ദ്രു, ഇവിടെ വാ. ഈ കഥ റേഷൻപൂരിലുള്ള രണ്ട് നല്ല കൂട്ടുകാരുടെ കഥയാണ്. ചന്തു പിന്നെ മോഹൻ രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. അവർ ദിവസം മുഴുവനും ഒന്നിച്ചായിരിക്കും. ഒരു വശത്ത് ചന്തു സത്യസന്ധനും നല്ല സ്വഭാവമുള്ളവനുമാണ്. പക്ഷേ മറുവശത്ത് മോഹൻ അല്പം അത്യാഗ്രഹിയും പിന്നെ സ്വാർത്ഥനുമാണ്. ഒരു ദിവസം സ്കൂളിൽ നിന്നും തിരികെ വരുമ്പോൾ അവർ രണ്ടുപേരും അവിടെ ഒരു ഗുൽഫി കടക്കാരൻ നിൽക്കുന്നത് കണ്ടു. അത് കണ്ടോ കുൽഫി? എനിക്കിന്ന് കുൽഫി ഐസ് കഴിച്ചേ പറ്റൂ. എന്താ പറയുന്ന മോഹൻ? നമ്മുടെ അടുത്ത് കുൽഫി മേടിച്ച് കഴിക്കാനൊന്നും പൈസ ഇല്ലല്ലോ. എടാ ചന്തു, ഈ മോഹനുള്ളപ്പോ നീ എന്തിനാ വെറുതെ വിഷമിക്കുന്നേ? ഞാൻ വാങ്ങിച്ചുതരാം, നീ കഴിച്ചിട്ട് നല്ലോണം എൻജോയ് ചെയ്യേ. എന്താ മനസ്സിലായോ? മോഹൻ ചന്തുവിനെ ഗുൽഫിക്കാരനടുത്തേക്ക് കൊണ്ടുപോയി. ഗുൽഫി ചേട്ടാ, ഒരു കേസർ പിസ്തയും പിന്നെ ഒരു മാമ്പഴം ഫ്ലേവറും തരൂ. ശരി കുട്ടികളെ, ഇപ്പൊ തരാം. ആടാ ചന്തു, അത് കണ്ടോ? സ്വർണ്ണപ്പഴം കായ്ക്കുന്ന മരം അതാ അവിടെയാ ഉള്ളത്. തങ്കത്തിന്റെ പഴം വിളയുന്ന മരമോ? അതെങ്ങനെയാ സാധ്യമാകുക? മോഹൻ നുണ പറഞ്ഞ് ഗുൽഫിക്കാരന്റെ ശ്രദ്ധ തിരിച്ചുവിട്ടു. ഗുൽഫിക്കാരൻ പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ മോഹൻ എന്തു ചെയ്തെന്നാൽ ഒരുപാട് ഗുൽഫികൾ മോഷ്ടിച്ചുകൊണ്ട് ചന്തുവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടി. ആ ഗുൽഫിക്കാരനും അവരുടെ പുറകെ ഓടി. എടാ കുട്ടികളെ, അവിടെ നിൽക്ക്. എവിടേക്ക് ഓടി പോണത്? നിക്കാൻ. എന്റെ കുൽഫിയും കട്ടെടുത്തുണ്ട്. നിങ്ങൾ എവിടേക്ക് പോണത്? ചന്ദനും മോഹനും അവിടെ നിന്നും ഓടി കാടിനകത്തുള്ള ഒരു പുതിരിലേക്ക് ചെന്നു. അവിടെ ചെന്ന് അവർ രണ്ടുപേരും കുൽഫി കഴിച്ചു. എടാ മോഹൻ, ഈ കട്ട സാധനം കഴിച്ച അവസാനം നമുക്ക് വയറുവേദന എടുക്കും. കട്ടൊക്കെ കഴിക്കുന്നത് വല്ലാത്ത മോശമുള്ള പരിപാടിയല്ലേ. ഓ ചന്തു, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് നേടണമെങ്കിലേ ശരി ഏതാണ് തെറ്റേതാണെന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല. മറ്റുള്ളവനെ ചവിട്ടി താഴ്ത്തി കേറി പോയിക്കൊണ്ടേയിരിക്കണം. നീ പറയുന്ന വല്ലാത്ത തെറ്റാ മോഹൻ. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വഴിയിൽ കഷ്ടപ്പെട്ട് പണിയെടുത്താലുണ്ടല്ലോ, നമുക്കായിട്ടുള്ള ഫലം ഒരു ദിവസം തീർച്ചയായിട്ടും കിട്ടൂടാ. മോഹനും ചന്തുവും എത്രത്തോളം ഉറ്റ സുഹൃത്തുക്കളാണോ അത്രത്തോളം അവരുടെ ചിന്തകളും പ്രവർത്തികളും വ്യത്യാസമായിരിക്കും. മോഹൻ സമയത്തിന് അനുയോജ്യമായതുപോലെ തന്ത്രങ്ങൾ ചെയ്ത് കള്ളത്തരമൊക്കെ കാണിച്ച് പണക്കാരനായി. അവൻ സിറ്റിയിൽ തന്നെ താമസിക്കാൻ തുടങ്ങി. പിന്നെ മറ്റൊരു വശത്ത് ചന്തു ഗ്രാമത്തിൽ തന്നെ തങ്ങി. 20 വർഷങ്ങളായി. ഇപ്പോൾ മോഹൻ സിറ്റിയിൽ ഒരു വലിയ ബിസിനസ്മാനായി മാറി. അവൻ തന്റെ ഭാര്യ നിഷ, അമ്മ, അച്ഛൻ സുജാത പിന്നെ വിനോദ്, തന്റെ മകൻ ടപ്പുവിനോടൊപ്പം ജീവിച്ചു വന്നു. പക്ഷേ അതേസമയം ഗ്രാമത്തിലുണ്ടായിരുന്ന ചന്തുവിന്റെ അച്ഛനും അമ്മയും കുറച്ചു വർഷങ്ങൾക്ക് മുൻപേ മരിച്ചുപോയി. ഇപ്പോൾ അവനൊരു മില്ലിൽ തനിച്ച് ജോലി ചെയ്ത് തന്റെ ജീവിതം നയിച്ചു വന്നു. മോഹൻ പിന്നെ ചന്തു ഇങ്ങനെ ഉറ്റ സുഹൃത്തുക്കൾക്കിടയിൽ യാതൊരു സംസാരവും ഇല്ലാതെയായി. ചന്തുവിന്റെ അച്ഛനും അമ്മയും വയ്യാതെ കിടന്നപ്പോൾ അവൻ അവരെ ചികിത്സിക്കാനായി പലിശക്കാരന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങി. പാവം അവൻ ആ കടൻ നൽകി അവന്റെ കയ്യിലുള്ള കാശ് മൊത്തം തീർന്നു. അവന്റെ ഹൗസ് ഓണർ ആലോക്നാഥ് ചന്തുവിനോട് ഉപദേശിച്ചു. ഇത് നോക്കിയേ ചന്തു, ഇനി 10 ദിവസത്തിനുള്ളിൽ നീ വാടക തന്നില്ലെങ്കിലുണ്ടല്ലോ, നിന്റെ വീട്ടിനകത്തിരിക്കുന്ന എല്ലാ സാധനവും ഞാൻ വലിച്ചെറിഞ്ഞിരിക്കും. നോക്കിക്കോ. ശരി മുതലാളി. ചന്തു ഇപ്പോൾ ഒരുപാട് പേടിച്ചുപോയി. എന്റെ ദൈവമേ, ഞാനിപ്പോ എന്ത് ചെയ്യും? ഇനി കാശിന് വേണ്ടി ഞാൻ ആരുടെ മുമ്പിൽ പോയി നിൽക്കും? ഒരു വഴിയുമില്ല. എങ്ങനെയെങ്കിലും ഈ വാടക പൈസ ഞാൻ കൊടുത്തേ പറ്റൂ. കാരണം ഇതുപോലത്തെ മഴക്കാലത്ത് മഴയെ നനഞ്ഞുകൊണ്ട് ഒരിക്കലും ഭക്ഷണം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. എന്നാ ഒരു കാര്യം ചെയ്തേക്കാം. നാളെ ആ മാർവാടിയുടെ അടുത്ത് ചെന്നിട്ട് കുറച്ച് പൈസ കടമായിട്ട് മേടിച്ചോണ്ട് വരാം. എന്നിട്ട് ആ പൈസ മേടിച്ച് നാളെ വാടക കിട്ടിയേക്കാം ഇയാൾക്ക്. ചന്തു തന്റെ മിൽ മുതലാളിയോട് കടം വാങ്ങിക്കാനായി അടുത്ത ദിവസം അദ്ദേഹത്തെ കാണാനായി ചെന്നു. അപ്പോൾ പെട്ടെന്ന് മില്ലിൽ തീ ആളിക്കത്തി. ചന്തുവിന്റെ കൺമുൻപിൽ തന്നെ ആ മില്ല് മൊത്തം കത്തി ചാമ്പലായി. പാവം ചന്തുവിന്റെ ജീവിതത്തിൽ ഇപ്പോൾ കഷ്ടങ്ങൾ നിറഞ്ഞ കാർമേഘങ്ങൾ അവനെ മൂടി പൊതിയാൻ തുടങ്ങിയിരുന്നു. ഇതിനുശേഷം ഭക്ഷണത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനാ പോകുന്നത്? പണിയില്ലാണ്ട് ഭക്ഷണത്തിന് ഞാൻ എന്ത് ചെയ്യും?
അപ്പോഴാണ് ചന്തു അന്നത്തെ ന്യൂസ് പേപ്പറിൽ അവന്റെ ഉറ്റ സുഹൃത്തായ മോഹന്റെ പേരും അവന്റെ ഫോട്ടോയും ഇട്ടിരുന്നത് കണ്ടത്. 20 വർഷങ്ങൾക്ക് ശേഷം പോലും അവനെ അടയാളം കണ്ടുപിടിക്കാൻ ചന്തുവിന് കഴിഞ്ഞു. ആ സാരമില്ലല്ലോ, മോഹൻ ഇപ്പൊ വലിയ ആളായല്ലോ. ഈ സമയത്ത് ഞാൻ പോയി മോഹന്റെ അടുത്ത് എന്റെ കഷ്ടം കുറച്ച് പറഞ്ഞ് കാശ് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവൻ എന്നെ സഹായിക്കും. ഒരിക്കലും അവൻ ഇല്ലെന്ന് പറയില്ല. അവനെ കുറിച്ച് എനിക്കറിയാവല്ലോ. നോക്കാം. ചന്തു മോഹനോട് കടം ചോദിക്കാനായി സിറ്റിയിലുള്ള ഓഫീസിൽ അവനെ കാണാൻ ചെന്നു. അവിടെ മോഹൻ തന്റെ ഓഫീസ് ഫ്രണ്ട്സിനോടൊപ്പം ഓഫീസിൽ പാർട്ടി ചെയ്തുകൊണ്ടിരുന്നത് കണ്ടു. ദൈവമേ, ഓഫീസിൽ പണിയെടുക്കുന്നതിന് പകരം ഇങ്ങനെ കുടിച്ചോണ്ട് ഒരു പാർട്ടിയൊക്കെ ചെയ്യുവാണല്ലോ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മള് ഇപ്പൊ ചെയ്തിരിക്കുന്ന ഈ സ്കാമില്ലേ, അതിനെക്കുറിച്ച് ആർക്കും ഒരു സാഹചര്യത്തിലും പുറത്തു പറയാൻ പാടില്ല. എടാ മോഹനെ, നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. നീ ശരിക്കും വെള്ളം അടിച്ചോണ്ടിരിപ്പുണ്ടാവും. അപ്പോഴാണ് മോഹൻ അവിടെ നിന്നുകൊണ്ടിരുന്ന ചന്തുവിനെ ശ്രദ്ധിച്ചത്. മോഹൻ അവന്റെ അടുത്തേക്ക് ചെന്നു. മോഹൻ, ഞാനാണ് ചന്തു, നിന്റെ ബാല്യ സുഹൃത്ത്. നിനക്ക് സുഖമല്ലേ? ഒരുപാട് വർഷങ്ങളായല്ലോ നിന്നെ ഇങ്ങനെ കണ്ടിട്ട്. എന്റെ കണ്ണീര് വരുന്നുണ്ട്. ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. ഓ, അങ്ങനെയാണോ? ഞാൻ വിചാരിച്ചു ഏതോ ഒരു ജോലിക്കാരനായിരിക്കുമെന്ന്. സോറി കൂട്ടുകാരാ, ഞാൻ നിന്റെ കാര്യം മറന്നുപോയി. എനിക്കല്പം ജോലിയുണ്ട്. നീ എന്നെ നാളെ വന്ന് കാണുവോ? അത്യാവശ്യമായി പുറത്തു പോണം. അല്ല മോഹൻ, ഞാൻ പറയുന്നൊന്ന് കേക്കാവോ? ആരാ മോഹൻ ഇത്? നോക്ക് മോഹൻ, നീ ഇല്ലാണ്ട് ഈ പാർട്ടിയിൽ അത്ര വലിയ സന്തോഷമൊന്നും ഇല്ല. അതെ, സാരില്ലെന്നേ. ഇവൻ എന്റെ പഴയ പാവപ്പെട്ട കൂട്ടുകാരനാ. ചെല്ല് പോയിട്ട് വാ. ഞാൻ നിന്നെ നാളെ വന്ന് കാണാം. ഇല്ല മോഹൻ, ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട് നീ... മോഹന്റെ ജോലിക്കാർ ചന്തുവിനെ അവന്റെ ഓഫീസിൽ നിന്നും തുരത്തിവിട്ടു. പിന്നെ പാവം ചന്തു വെറും കൈയോടെ തന്റെ ഗ്രാമത്തിലേക്ക് തിരികെ വന്നു. ചന്തുവിന്റെ മനസ്സ് വളരെ വിഷമത്തിലായിരുന്നു. അവൻ സംസാരിച്ചത് എനിക്ക് അത്ര വലിയ തെറ്റായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച പൈസ കിട്ടിയില്ല. പക്ഷെ അവൻ സംസാരിക്കുന്നത് കേട്ട സമയത്ത് എന്റെ കൂട്ടുകാരൻ, എന്റെ ബാല്യ കൂട്ടുകാരൻ, എന്റെ കൂട്ടുകാരൻ ഇന്നെന്നെ നാണം കെടുത്തി കളഞ്ഞു. അവന്റെ ഓഫീസിൽ നിന്ന് അവൻ എന്നെ പുറത്തോട്ട് അയച്ചു. അവൻ പണക്കാരനായതുകൊണ്ട് എന്നെ പോലെ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാരനെ അവനങ്ങ് മറന്നുപോയി. ചന്തു വളരെ വിഷമത്തിലായിരുന്നു. അവൻ അങ്ങനെ നടന്നുകൊണ്ട് കാട്ടുവഴിയിൽ കൂടി തന്റെ വീടിനെ നോക്കി പോവുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു മരത്തിനടിയിൽ ഒരു ഭംഗിയുള്ള വലിയ കണ്ണാടി അവൻ കണ്ടത്. ആ കണ്ണാടി കണ്ട് ചന്തു അങ്ങനെ മയങ്ങിപ്പോയി. ആഹാ, ഈ കണ്ണാടി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഞാൻ ഈ കണ്ണാടി അങ്ങോട്ട് വീട്ടിലോട്ട് എടുത്തോണ്ട് പോയാലോ? ഈ കണ്ണാടി വീട്ടിലിരുന്ന നല്ല ഭംഗിയുണ്ടാവും വീടിന്. അല്ല, ഞാൻ എന്തിനാ ആലോചിക്കുന്നത്? ഇത് നേരെ എടുത്തോണ്ട് പോയോ പോരെ? ചന്തു ആ ഭംഗിയുള്ള കണ്ണട തന്റെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുവന്നു. രാത്രിയിൽ ആ കണ്ണാടിയിൽ നിന്നും പെട്ടെന്നൊരു പ്രകാശം ഉദിച്ചു വന്നു. പിന്നെ ആ കണ്ണാടിയിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ചന്തു, ഞാനൊരു മാന്ത്രിക കണ്ണാടിയാ. മാന്ത്രിക കണ്ണാടിയോ? അതെ, മാന്ത്രിക കണ്ണാടി തന്നെ. നീ എന്റെ അടുത്ത് എന്ത് ചോദിച്ചാലും അത് നിനക്ക് ഞാൻ തന്നിരിക്കും. നീയൊരു സത്യസന്ധനായ ഒരുത്തനാണ്. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ എന്റെ മുതലാളി വഴി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നീ ഇപ്പൊ പണക്കാരനാകുന്നതിന് വേണ്ടിയുള്ള നിന്റെ ഒരു സമയം. ചന്തു ആ കണ്ണാടിയുടെ ഇങ്ങനെ ഒരു പ്രവൃത്തി കണ്ടിട്ട് അതിശയിച്ചു പോയി. അവൻ എന്തു ചോദിക്കുന്നോ അതെല്ലാം തന്നെ ആ മാന്ത്രിക കണ്ണാടി നൽകാൻ തുടങ്ങി. പിന്നെ കുറച്ചു ദിവസത്തിനകം ആ പാവപ്പെട്ട ചന്തു ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറി. പിന്നെ പാവപ്പെട്ടവർക്കൊക്കെ നല്ലത് ചെയ്തു. മറുവശത്ത് മോഹന്റെ സിറ്റിയിലുണ്ടായിരുന്ന ബിസിനസ് ആകെ തകർന്നുപോയി. അവന് ഇഷ്ടമില്ല, എന്നാലും അവൻ വീണ്ടും ഗ്രാമത്തിലേക്ക് വരേണ്ടതായി. അപ്പോഴാണ് അവൻ മനസ്സിലാക്കിയത് ചന്തു വലിയ പണക്കാരനായെന്ന്. ഉടനെ അവൻ ചന്തുവിനെ കാണാൻ ചെന്നു. അപ്പോഴാണ് അവിടെ ചന്തു മാന്ത്രിക കണ്ണാടിയിൽ നിന്നും സ്വർണ്ണക്കാശുകൾ വാങ്ങിക്കുന്നത് അവൻ കണ്ടു. അത് കൊള്ളാലോ. ഈ പാവപ്പെട്ട കൂട്ടുകാരൻ കാശുകാരനായതിന്റെ കാരണം ഇതാണോ? ഇന്ന് തൊട്ട് ഈ മാന്ത്രിക കണ്ണാടി എന്റേതാണ്. ചന്തു പോയതിനു ശേഷം മോഹൻ ആ മാന്ത്രിക കണ്ണാടി മോഷ്ടിക്കാനായി ചെന്നു. അപ്പോൾ ആ മാന്ത്രിക കണ്ണാടിയിൽ മോഹൻ കുടുങ്ങിപ്പോയി. അരുത്, രക്ഷിക്ക് എന്നെ, ഈ കണ്ണാടി ഒന്ന് പുറത്ത് കൊണ്ടുപോവാ ചന്തു. മോഹൻ നിലവിളിക്കുന്ന ശബ്ദം കേട്ടിട്ട് ചന്തു വീണ്ടും ആ റൂമിലേക്ക് വന്നു. അവിടെ ആ കണ്ണാടിക്കകത്ത് മോഹൻ കുടുങ്ങിയിരിക്കുന്നത് കണ്ടിട്ട് ആകെ സ്തംഭിച്ചു പോയി. മോഹൻ, നീ എങ്ങനെ ഇങ്ങോട്ട് വന്നു? നീ എന്നോട് ക്ഷമിക്കണം ചന്തു. സിറ്റിയിൽ ഞാൻ ചെയ്ത ബിസിനസ് ഒക്കെ ലോസ് ആയി പോയി. ഞാൻ അതുകൊണ്ടാണ് നാട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ നിന്റെ ഈ മാന്ത്രിക കണ്ണാടി കണ്ടത്.
ഞാനിത് എങ്ങനെയെങ്കിലും മോഷ്ടിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ എന്താണെന്നറിയില്ല, ഞാൻ ഈ കണ്ണാടിയുടെ അകത്ത് കുടുങ്ങിപ്പോയി. എന്നോട് ക്ഷമിച്ചേക്ക് ചന്തു. കൂടുതൽ അത്യാഗ്രഹം പാടില്ല എന്ന് എനിക്കിപ്പോ മനസ്സിലായി ചന്തു. നീ എന്നെ ഓഫീസിൽ കാണാൻ വന്നപ്പോ ഞാൻ നിന്നെ ഒരുപാട് അപമാനിച്ചു. ഞാൻ നിന്നോട് ശരിക്കും പോലും സംസാരിച്ചില്ല. അത്യാഗ്രഹം നിനക്ക് ഇന്നലെയും വന്നതല്ലല്ലോ. പ്രായം തൊട്ട് നിനക്കുള്ള കാര്യമല്ലേ അത്? നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവത്തിന് നിനക്ക് കിട്ടിയ ഫലം തന്നെയാ ഇത്. ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയി ചന്തു. എന്നോട് നീ ക്ഷമിച്ചേക്ക്. ഞാനില്ലെങ്കിലേ എന്റെ അച്ഛനും അമ്മയും ആരാണ് നോക്കുക? എന്റെ ഭാര്യ, എന്റെ കുട്ടികളുടെ അവസ്ഥയൊക്കെ എന്താവെന്ന് അറിയോ നിനക്ക്? എന്നെ ഈ കണ്ണാടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുപോവാ ചന്തു. ഞാൻ നിന്നോട് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ് സത്യം. എന്നെ രക്ഷിക്കുക. ഓ, അങ്ങനെയാണോ? മാന്ത്രിക കണ്ണാടിയെ ഞാൻ എന്റെ കൂട്ടുകാരൻ മോഹനെ എങ്ങനെയാ പുറത്തെടുത്തോണ്ട് വരേണ്ടത്? നീ നിന്റെ കൂട്ടുകാരനെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് നിന്റെ ജീവൻ തന്നെ ത്യാഗം ചെയ്യേണ്ടി വരും. മാന്ത്രിക കണ്ണാടി ഇങ്ങനെ പറഞ്ഞതും തന്നെ ചന്തു പിന്നെ മോഹൻ രണ്ടുപേരും സ്തംഭിച്ചു പോയി. പിന്നെ ഏതു മോഹനാണോ 1 മിനിറ്റിന് മുൻപ് തന്നെ കണ്ണാടിയിൽ നിന്നും പുറത്താക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, അദ്ദേഹം ഇപ്പോൾ ചന്തുവിനോട് തന്റെ തീരുമാനം മാറ്റാനായി പറഞ്ഞു. അല്ല ചന്തു, ഇന്നൊരു തീരുമാനം മാറ്റണം. ഞാൻ സത്യം തിരിച്ചെടുത്തേക്കാം. നിനക്കൊരു പുതിയ ജീവിതം കിട്ടിയിരിക്കുകയാണ്. നീ സന്തോഷമായിട്ട് ജീവിക്കണം. നീ നിന്റെ ജീവിതം പണയം വെക്കാൻ പാടില്ല. ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ചന്തു. ഇല്ല മോഹൻ, നീ എന്റെ ബാല്യ സുഹൃത്താണ്. നിന്റെ കുടുംബത്തെ ഇട്ടിട്ട് നിന്നെ ഞാൻ എവിടെയും പോവാൻ അനുവദിക്കത്തില്ല. നീ നിന്നെ സൂക്ഷിച്ചു നോക്കിക്കോ. ഞാൻ പോയച്ചു വരാം. ഇങ്ങനെ പറഞ്ഞിട്ട് ചന്തു വിഷം കുടിച്ചു. എന്നിട്ട് മോഹൻ ആ മാന്ത്രിക കണ്ണാടിയിൽ നിന്നും പുറത്തു വന്നു. നിനക്ക് എന്ത് പറ്റി ചന്തു? ഞാൻ കാരണം ഇതൊക്കെ സംഭവിച്ചത്. എന്തെങ്കിലും ചെയ്യും മാന്ത്രിക കണ്ണാടിയെ. എന്റെ കൂട്ടുകാരൻ എനിക്ക് തിരിച്ചു വേണം. നീ ചന്തുവിനെ ചാകാനായിട്ട് വിടുമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇല്ല, നീ നിന്റെ മനസ്സുകൊണ്ട് അവനെ രക്ഷിക്കാൻ നോക്കിയല്ലേ? നിന്റെ കൂട്ടുകെട്ടിന്റെ ആഴം ഇത് കാണിച്ചു തന്നു. നിന്റെ കൂട്ടുകാരന്റെ സ്നേഹം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരീക്ഷണം തന്നെ നടത്തിയത്. നീ സത്യത്തിൽ നിന്റെ സത്യം മനസ്സിലാക്കിയോ എന്നറിയാൻ അപ്പോഴേ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്താ, ശരിയല്ലേ? അവസാനം മാന്ത്രിക കണ്ണാടി ചന്തുവിനെ വീണ്ടും ജീവൻ നൽകി. അങ്ങനെ 2 സുഹൃത്തുക്കളും ഒന്നിച്ചു. പിന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി.